ഹലോ ഫ്രണ്ട്സ്, അതിരൻ ഫഹദ് ഫാസിലും സായ് പല്ലവിയും പ്രധാന വേഷങ്ങളിലെത്തിയ പുതിയ മലയാള ചിത്രം ഇന്ന് നമ്മുടെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ അതാണ് അതിരൻ. നവാഗതനായ വിവേക് കഥ എഴുതി സംവിധാനം ചെയ്ത ഈ ചിത്രത്തെക്കുറിച്ചുള്ള വിലയിരുത്തലാണ് നമ്മൾ നടത്തുന്നത്. ഞാൻ ഹിരൺരാജ് ആർ വി. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. അപ്പോൾ അതിരിലേക്ക് വന്നാൽ കുട്ടിസ്രാങ്കും ഈമായവും ഒക്കെ രചന നിർവഹിച്ച PF മാത്യൂസ് എന്ന പ്രശസ്തനായ എഴുത്തുകാരൻ, അദ്ദേഹമാണ് ഈ ചിത്രത്തിന് തിരക്കഥ രചിച്ചിരിക്കുന്നത്. ഇതൊരു പ്രത്യേക തരം കഥയാണ്. 1967 5 വർഷങ്ങൾക്ക് ശേഷം 1972 നടക്കുന്ന കഥയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു പീരീഡ് ഫിലിമാണ് എന്ന് പറയാം. അങ്ങ് ഹൈറേഞ്ചിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന നിഗൂഢതകൾ ഒരുപാടുള്ള ഒരു മെന്റൽ അസൈലത്തിലാണ് ഈ സിനിമയുടെ കഥയുടെ ഭൂരിഭാഗവും നടക്കുന്നത്. സിനിമ തുടങ്ങുമ്പോൾ നമുക്കിതൊരു ഹൊറർ സിനിമയാണോ എന്ന സംശയമാണ് ഉണ്ടാകുന്നത്. പക്ഷേ പോകെ പോകെ സിനിമ ആദ്യവസാനം സസ്പെൻസ് നിലനിർത്തുന്ന ഒരു സൈക്കോളജിക്കൽ ത്രില്ലറായി രൂപപ്പെടുകയാണ്. സായ് പല്ലവിയുടെയും ഫഹദ് ഫാസിലിന്റെയും അതുൽ കുൽക്കർണിയുടെയും ഒക്കെ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളാണ് ഈ സിനിമയിൽ എടുത്തു പറയേണ്ട ഘടകം. അതിൽ തന്നെ സായ് പല്ലവി അവതരിപ്പിക്കുന്ന നിത്യ ശ്രദ്ധേയമായ പെർഫോമൻസ് കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു. സായ് പല്ലവി എന്ന നടിയെ സംബന്ധിച്ച് അവരുടെ അഭിനയ ജീവിതത്തിലെ തന്നെ തികച്ചും വ്യത്യസ്തമായ കഥാപാത്രമാണ് ഈ ചിത്രത്തിലെ. ഇത്തരമൊരു കഥാപാത്രം തെരഞ്ഞെടുത്തതിലും സായ് പല്ലവി അഭിനന്ദനം അർഹിക്കും. പക്ഷേ സായ് പല്ലവിയുടെ നിത്യയെക്കുറിച്ച് ഇതിനപ്പുറം പറയാൻ പോയാൽ അത് സിനിമയുടെ കഥയിലേക്കുള്ള വാതിലായി മാറും. അതുകൊണ്ട് തന്നെ ഞാൻ അതേക്കുറിച്ച് കൂടുതൽ വിവരിക്കുന്നില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും ഇൻസ്പെക്ഷനായി എത്തുന്ന ഡോക്ടർ കണ്ണൻ നായരായുള്ള ഫഹദിന്റെ പെർഫോമൻസും എടുത്തു പറയണം. നിരവധി ഷെയ്ഡുകളുള്ള, പ്രേക്ഷകർ ഒപ്പം നടക്കുമ്പോഴും സംശയം ജനിപ്പിക്കുന്ന നിഗൂഢതകൾ ഒളിപ്പിച്ച കഥാപാത്രം തന്നെയാണ് ഫഹദ് ഫാസിലും ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. ലെന, സുരഭി, ശാന്തി കൃഷ്ണ, രഞ്ജി പണിക്കർ, നന്ദു, പ്രകാശ് രാജ് തുടങ്ങിയവരൊക്കെയാണ് ഈ സിനിമയിലെ മറ്റ് അഭിനേതാക്കൾ. മനോഹരമായ ഛായാഗ്രഹണമാണ് അതിരന്റെ മറ്റൊരു സവിശേഷത. അനു മൂത്തേടത്താണ് ക്യാമറ. തമിഴിലെ പ്രശസ്തമായ രാക്ഷസൻ എന്ന ചിത്രത്തിന് സംഗീതം പകർന്ന ഖിബ്രാനാണ് ഈ സിനിമയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത്. ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ എന്നുള്ള രീതിയിൽ അതിരന് ആദ്യവസാനം ഒരു സസ്പെൻസ് നിലനിർത്തുന്നതിൽ പശ്ചാത്തല സംഗീതം വഹിച്ചിരിക്കുന്ന പങ്ക് ചെറുതല്ല. പക്ഷെ ഒരു സിനിമ എന്നുള്ള രീതിയിൽ പ്രേക്ഷകന്റെ കണ്ണിലൂടെ വിലയിരുത്തുമ്പോൾ ഉയർന്നും താഴ്ന്നും സഞ്ചരിക്കുന്ന ഒരു തോണിയിൽ യാത്ര ചെയ്യുമ്പോഴുള്ളൊരു ഫീലാണ് നമുക്കുണ്ടാകുന്നത്. അതായത് പലയിടത്തും കഥ കൈവിട്ടു പോകും പോലെ, അതല്ലെങ്കിൽ കഥ വലിച്ചു നീട്ടി പറയും പോലെയുള്ള ഒരു ഫീൽ. പക്ഷേ വ്യത്യസ്തമായ കഥകൾ ഇഷ്ടപ്പെടുന്നവർക്ക്, വ്യത്യസ്തമായ ത്രില്ലർ സിനിമകൾ ആസ്വദിക്കുന്നവർക്ക് സായ് പല്ലവിയുടെയും ഫഹദിന്റെയും മികച്ച പെർഫോമൻസ് കാണാനുമൊക്കെ ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാം. 3 out of 5 ആണ് ഞാൻ ഈ ചിത്രത്തിന് നൽകുന്ന റേറ്റിംഗ്. ഒരു നവാഗത സംവിധായകൻ എന്നുള്ള രീതിയിൽ വിവേക് തീർച്ചയായും പ്രതീക്ഷയുണർത്തുന്ന സംവിധായകനാണ്. അപ്പോൾ എൻ്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് പരമാവധി ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കും ഈ റേറ്റിംഗ് എൻ്റെ വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ മറ്റൊരു ചിത്രത്തിൻ്റെ റിവ്യൂവുമായി, മറ്റൊരു സിനിമാ വിശേഷവുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.